ഞാനും ബെല്ലിച്ചനും ഭയങ്കര ഫ്രണ്ടാ അല്ല. ബെല്ലിച്ചന് 88 വയസ്സ്, 2 വയസ്സും കൂടി 90 വയസ്സായി. 90 വയസ്സായി. ബെല്ലിച്ചൻ ആളിപ്പോഴും ഉഷാറാണേ. പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായിരുന്നു, പണ്ടത്തെ കണ്ടക്ടർ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോഴുള്ളത് ചീരാലാന്നേ. ഇതാ ഇവിടെ വെല്ലിമ്മേൻ്റെ വീട്ടിലാണ്. ഇതാണ് വെല്ലിച്ചൻ. വെല്ലിച്ചൻ എക്സ് കണ്ടക്ടറാണ് കേട്ടോ. ഇത് നന്ദു, യദു, ഇത് മോളാന്ന്, സിന്ധു. പിന്നെ ഒരു സ്പെഷ്യൽ വ്യക്തിയാണ് നമ്മളെ ശങ്കരേട്ടനെ. +2 കഴിഞ്ഞ് ഡിഗ്രി പഠിക്കാം. നേരെ നിൽക്ക് എത്ര 6 അടി 5 ഇഞ്ചാണ് ഹൈറ്റ്. ഞാനൊന്ന് കൂടെ നിന്ന് നോക്കാം അപ്പം എത്രയാ വേഗം തല നേരേക്കൊക്കെ കണ്ടോ. ഞാൻ 5 അടി 8 ഇഞ്ച്, ഇത് വേന 6 അടി 5 ഇഞ്ചാണ് ഹൈറ്റ്. എന്തോ ഒരു ഹൈറ്റ്. എന്താ ഞാനിങ്ങനെ നോക്കണം. കണ്ടോ, ഇനി ഒരാളും കൂടി വരാനുണ്ട്. ഒരാളും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആളായി. നമ്മളിപ്പോൾ പോകുന്നത് ഹിമവത് ഗോപാൽ ബെട്ട എന്ന് പറയുന്ന കർണാടകത്തിലുള്ളൊരു സ്ഥലമാണ്. ഗോപാൽ ടെമ്പിൾ, ഗോപാൽ സ്വാമി ക്ഷേത്രം. ഹിമവത് ഗോപാൽ ബെട്ട എന്നാന്ന് പറയാം കർണാടകത്തിൽ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ചീരാലിന് ഏകദേശം ഒരു 54 കിലോമീറ്റർ. ഗുണ്ടൽപേട്ടിനടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലം. ഗുണ്ടൽപേട്ട് ഇവിടെ നേരെ നമ്മൾ പോകുന്ന വഴിയാണ് നമ്മൾ പോവാ കേട്ടോ. ഇവിടുന്ന് നേരെ മുത്തങ്ങയിലാണ് പൊൻകുഴി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോവുക. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എന്താ നമ്മളിങ്ങനെ ഇവിടെയാണ് വീട്. കയറി പോകണം. അവിടെ മേലെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. എടുത്തിമേനും കാത്തിട്ടാന്ന് ഇരിക്കുന്നത്. വേഗം വാ. അപ്പോൾ എടുത്തിമേൻ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരായി. അപ്പോൾ 1 2 3 4 5 6 7 8 9 ആൾ. ഞാനടക്കം 9 ആളാണേ. 2 കാറിലാണേ നമ്മൾ പോകുന്നത്. അപ്പോൾ പോയി നമ്മൾ വൈകുന്നേരം തിരിച്ചിവിടെ തന്നെ വന്ന് പിന്നെ നാളെയാണ് നമ്മൾ ഇവിടുന്ന് കണ്ണൂരേക്ക് പോവുക. വാ അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. നമ്മൾ അടിച്ചിട്ട് പോവാന്നാ വിചാരിക്കുന്നു. അപ്പോൾ അവൻ്റെ വണ്ടിയിൽ പെട്രോൾ കുറവാണ്. പെട്രോൾ അടിക്കാൻ പോകുന്നേ. പെട്രോൾ അടിച്ചിട്ട് നമ്മൾ മുത്തങ്ങയിലേക്ക് പോകും. ഈ റോഡാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ചീരാലിലേക്ക് പോകുന്ന റോഡാണ്. അത് നമ്മളിപ്പോൾ പോകുന്നത് ചീരാൽ സൈഡിൽ നിന്ന് സുൽത്താൻ ബത്തേരി സൈഡിലേക്കാണ്. ഇവിടുന്ന് റൈറ്റ് തിരിയണം. റൈറ്റ് തിരിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ റോഡിൻ്റെ ഇത് കല്ലൂർ മൈസൂർ റോഡാണ്. ഇതിലേക്കൂടി വലത്തോട്ട് തിരിഞ്ഞ് നേരെ മുത്തങ്ങ വഴിയാണ് നമ്മൾ കർണാടകത്തിലേക്ക് പോകുന്നത്. മുത്തങ്ങ ഫോറസ്റ്റ്, ബന്ദിപ്പൂർ ഫോറസ്റ്റ്, അതിനുശേഷം നമ്മൾ ഗുണ്ടൽപേട്ടിൽ നിന്നാണ് ഈ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിളിലേക്ക് പോവുക. ഒരു വിളവെടുപ്പ് കഴിഞ്ഞു അല്ലേ? ഇനി എത്ര ഇവിടെയല്ല എത്ര വിളവ്? 2 ഒരു വിളവല്ലേ? മുത്തങ്ങ കാട്ടിൻ്റെ ഉള്ളിലെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറ ഓൺ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. വല്ല മൃഗങ്ങളെയും കാണുമെന്ന് വിചാരിച്ചിട്ട്. മൃഗങ്ങളെ ഇവിടെ കാണാൻ സാധ്യത കുറവാണ്. അല്ല, എലിഫന്റ് ക്രോസിംഗ് ഏരിയ എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ വല്ല മാനിനെയൊക്കെ കണ്ടാലായി. ഡ്രൈവ് കെയർഫുള്ളി. വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് ഏരിയ. കാടാണ്. കാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കയറുന്നില്ല. നമ്മള് മുത്തങ്ങ എത്തി കേട്ടോ. ഇത് മുത്തങ്ങയാണ്. ഇനി നമ്മളെ പൊൻകുഴി അമ്പലം, പൊൻകുഴി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക്. ഇതാ LP സ്കൂൾ മുത്തങ്ങ കാണുന്നില്ലേ? പൊൻകുഴി സെക്ഷൻ ഹെഡ്ക്വാർട്ടർ സുൽത്താൻ ബത്തേരി റേഞ്ച്. പൊൻകുഴി ക്ഷേത്രം മുത്തങ്ങ കഴിഞ്ഞ് പൊൻകുഴി ക്ഷേത്രം. പൊൻകുഴി ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലത് വശത്ത് സീതാദേവി ഹനുമാരി സങ്കല്പമാണ്. ഇതാണ് ഇതാണ് നമ്മളെ അതിർത്തി കഴിഞ്ഞു കേട്ടോ. നമ്മള് ഗ്രാമപഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി കഴിഞ്ഞു. നമ്മളിനി പോകുന്നത് കർണാടക സ്റ്റേറ്റിലേക്ക് എൻട്രി ആയി. കർണാടകത്തിൽ ഫോറസ്റ്റ് എന്തോ
ചാർജ് ഉണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ചാർജ് ഈടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കർണാടക ഫോറസ്റ്റിൽ കയറി കേട്ടോ. കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ് കർണാടകത്തിലേക്ക് കയറി. കർണാടകത്തിലേക്ക് കയറുമ്പോൾ അവിടുന്ന് ഫോറസ്റ്റ് ഒരു ചാർജ് ഈടാക്കുന്നുണ്ട്. ഒരു വണ്ടിക്ക് 20 റുപ്യ വെച്ചിട്ട് അവർ ചാർജ് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കയറി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ്. ഗുണ്ടൽപേട്ടിൽ നിന്നാണ് നമ്മൾ ഈ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിളിലേക്ക് പോകും. നമ്മളപ്പോൾ 2 മാനിനെ കണ്ടു കേട്ടോ. ചിലപ്പം മാൻ അങ്ങോട്ട് കൂട്ടത്തോടെ ഉണ്ടാവും. മാനെ ഇങ്ങ് നോക്ക്. ഗുണ്ടൽപേട്ട് വഴി നിങ്ങൾ മൈസൂരോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടെമ്പിൾ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഗുണ്ടൽപേട്ട് എത്തുന്നതിന് മുമ്പ് തലേഗാല എന്ന് അങ്ങനെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് റൈറ്റിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് 6-7 കിലോമീറ്ററേ ഉള്ളൂ ഈ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിളിലേക്ക്. അപ്പോൾ ഈ ഗുണ്ടൽപേട്ട് സൂര്യകാന്തി പൂവിൻ്റെ ഫോട്ടോ എടുക്കാനോ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ഷേത്രം വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട് പോകുന്നില്ല കേട്ടോ. ഇവിടുന്ന് ഷോർട്ടായിട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഗോപാൽ സ്വാമി ബെട്ട. ഇതാണ് തലേഗാല എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് വലത്തോട്ടാണ് തിരിയേണ്ടത്. ചെറിയൊരു വില്ലേജ് കണ്ട, ചെറിയ വീടുകൾ, നല്ല രസമായിട്ടുള്ള ചെറിയ വീടുകൾ. നമ്മളെ നാട്ടിലും മറ്റവന്റെ വീട് ഇത്രയുണ്ട്, നമുക്ക് അതിലും വലിയ വീട് എടുക്കണം തന്നെ. ഇവിടെ നോക്കി എല്ലാവരും ചെറിയ വീടുകളാണ്, കുഞ്ഞു വീടുകൾ. ഇതാ ഒരു ട്രാക്ടർ, ഇതാണ് വാട്ടർ ടാങ്കാണ് ഈ കാണുന്നത്. പിന്നെ പൊതുവെ എല്ലാം ഇവിടെയുള്ള കൃഷിക്കാരാണ്, കർഷകരാണ് അല്ലേ? വലിയ കർഷകര്, കന്നുകാലികള്. ചെറിയൊരു വില്ലേജാണ്. ഇപ്പൊ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. വാട്ടർ ടാങ്ക് അല്ല, അത് അവർക്ക് അങ്ങനെ ആഗ്രഹമില്ല. നമുക്കാണ് കോമ്പറ്റീഷൻ. കേരളത്തിൽ കോമ്പറ്റീഷനാണ്. ഒരാളെ വീട് ഇത്രയും ഉണ്ടെങ്കിൽ എൻ്റെ വീട് അതിലും വലിയതായിരിക്കണം. എൻ്റെ വീട്ടിൽ ഒരു കാറുണ്ട്, നമ്മളെ വീട്ടിൽ 2 കാർ വേണം. അതാണ് ദൂര സ്ഥലങ്ങളിൽ നല്ല കൃഷി. ഇപ്പോഴീ സൂര്യകാന്തിൻ്റെയും ചെണ്ടുമല്ലിൻ്റെയും സീസൺ അല്ല, അത് ജൂൺ ജൂലൈ സമയത്താണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഈ പൂക്കളൊന്നും കാണാൻ ആസ്വദിക്കാനോ കഴിയില്ല. ഇപ്പം നമ്മൾ വരുന്നത് ഏപ്രിൽ മാസമാണല്ലോ. ഇപ്പം വളരെ കുറവാണ്. ഉൾഗ്രാമങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ദൂരെ കാണുന്നതാണ് ഈ ഹിമവത് ഗോപാൽ സ്വാമി ബെട്ട. ആ കാണുന്ന മുമ്പിൽ കാണുന്ന മലമുകളിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇത് ബന്ദിപ്പൂർ ഫോറസ്റ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് കാട്ടുമൃഗങ്ങളിലും ആനയും കാട്ടി ധാരാളമായിട്ടുണ്ട്. ആനയുണ്ട്. സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ വരുന്ന ഒരു ആനയുണ്ട് എന്ന് പറയപ്പെടുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആന അവിടെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ആനേനെ കാണാൻ പറ്റും. കൃഷിക്കാർക്ക് നല്ല ഒരു അനുഗ്രഹമായിട്ടുള്ള ഒരു തടാകം കണ്ട. മഴക്കാലത്തെ മഴവെള്ളമായിരിക്കും അല്ലേ കെട്ടിയേക്കുന്നത്. കാണാത്തൊരു കാഴ്ചയായത് ഈ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് വർത്താനം പറയുന്ന എല്ലാരും മൊബൈലിൽ കുത്തുന്ന സമയം നോക്കിയാൽ ചോട്ടിൽ എല്ലാവരും വഴി തെറ്റിയിട്ട് രണ്ടാമത് തിരിച്ചു വന്ന് വീണ്ടും ഇതിലേക്ക്. കിലോമീറ്റർ നേരെ പോവാ. ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് കൂടിയാണ് ഇപ്പൊ പോകുന്നത്. ആട്ടുംകൂട്ടം, ചെമ്മര ആട്ടുംകൂട്ടം. ഇതിനാണ് ചെമ്മരയാട് എന്ന് പറയുന്നത്. കർഷകര് അയ്യോ നമ്മള് അതിനെല്ലാം ഇടിയും വെച്ചു കൊടുത്ത് നമ്മളെ വണ്ടീൻ്റെ മുന്നിൽ നമ്മളവരെ എന്തായാലും നല്ല അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ ഗ്രാമാന്തരീക്ഷത്തിലൂടെയുള്ള യാത്ര. ട്രാക്ടർ എല്ലാ കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. നല്ല സുന്ദരമായ കൃഷിസ്ഥലങ്ങൾ എല്ലാം ഉഴുത് മറിച്ചിട്ടിട്ടുണ്ട്. അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ്. നല്ല അങ്ങൊരു മല കണ്ടോ, നല്ലൊരു മല. അതാണ് ഹിമവത് മല അല്ലേ? അറിയില്ല, നമുക്ക് നോക്കാം. അവിടെ ബോർഡ് കണ്ടതല്ലേ, ഹിമവത് ഗോപാൽ സ്വാമി ഹിൽസ് എന്നാണ് കണ്ടത്. ഒരുക്കി വെച്ച സ്ഥലങ്ങള് എല്ലാം ട്രിപ്പ് ഇറിഗേഷനാണ്. ഇവിടെ ഇതിപ്പോ ഉള്ളിയാ ഇട്ടിട്ടുള്ള ഉള്ളി. ഇതാ ഉള്ളി നട്ടോണ്ടിരിക്കുന്നുണ്ട. ചെറിയ ഉള്ളിയാന്ന് തോന്നുന്നു. കുറച്ച് നാള് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് നമുക്ക് സൂര്യകാന്തി ജൂണിലല്ല ഒക്കെയാണ് സൂര്യകാന്തി. മറ്റേ വശത്ത് കോളിഫ്ലവർ വിളഞ്ഞു കിടക്കുന്നുണ്ട്.
രണ്ട് വശത്തെ എടുക്കാൻ പറ്റൂലല്ലോ. മനോഹരമായ കൃഷി സ്ഥലങ്ങൾക്കിടയിലൂടെ ഒരു യാത്ര. മാവ് നിറയെ മാങ്ങ, കുട്ടി മാവ്. നമ്മളെ നാട്ടിലെ പോലെ പറിക്കാൻ പറ്റാത്ത ഹൈറ്റിലൊന്നുമല്ല. ഒരു കൂട്ടം ചെമ്മരിയാടുകൾ റോഡ് ക്രോസ് ചെയ്യുന്നു. നമ്മളെ നാട്ടിൽ അന്യം നിന്നുപോയ ഒരു സംഭവമാണ് കാളവണ്ടി. 2 കാളകൾ, അതിൻ്റെ ഈ കാളേൻ്റെ വണ്ടിയാണ്. രണ്ടാളും കൂടെ വിശ്രമത്തിലാണ്. ഒരാല് നോക്കിയ പട്ടർന്ന് പന്തലിച്ച് കിടക്കുന്ന എത്ര സ്ഥലത്ത് അതിന്റെ വേരൊക്കെ പോയിരിക്കുന്നേ. നല്ല കാഴ്ച. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. എൻ്റെ അമ്മ ഇവിടുത്തെ ക്യൂ, വെയില് കൊണ്ട് നമ്മൾ ക്യൂ നിൽക്കണം. എല്ലാം ക്യൂ നിൽക്കണം കേട്ടോ. അവിടെ തന്നെ എന്താ വലിയ ക്യൂ ആണ്. നിങ്ങൾ പോയി ക്യൂ നിന്നോ കേട്ടോ, ഇറങ്ങിക്കോ, അതിൽ പോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി കേട്ടോ. ഈ ഗോപാൽസ്വാമി, ഹിമവത് ഗോപാൽസ്വാമി ബെട്ടാണ് ടെമ്പിൾ. അപ്പോൾ ഇതാണ് പാർക്ക്. ഇവിടം വരെയുള്ളൂ നമ്മളെ വണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കർണാടകത്തിൻ്റെ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട്. ക്യൂ നിൽക്കണം, ടിക്കറ്റ് എടുക്കണം. ഒരു വണ്ടിക്ക് 30 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. വണ്ടിക്ക് ചാർജ് 30 രൂപയാണ്. വാഹനം പാർക്ക് ചെയ്ത് നമ്മൾ ക്യൂവിൽ നിന്ന് കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് വലിയ തിരക്കായിരുന്നു. നല്ലോണം ആളുണ്ട്. ഹോളിഡേ ആയിരുന്നു, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടം വരെ മാത്രമേ വാഹനമുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഫോറസ്റ്റിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് KSRTC ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂ നിന്നതിന് ശേഷം ആ ഗേറ്റിൻ്റെ മറുവശത്താണ് KSRTC ബസ് വരിക. KSRTC എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സാണ്. അല്ലാതെ ഒരു പ്രൈവറ്റ് ബസ്സും കൂടാതെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനം അല്ലാതെ വേറൊരു വാഹനവും അതിനകത്തേക്ക് കടത്തി വിടത്തില്ല. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. നേരെ മുന്നിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം ബസ്സിൽ കയറാൻ. അവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു ബസ് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ലഘുഭക്ഷണങ്ങൾ കഴിക്കേണ്ടെങ്കിൽ ഇവിടെ കടകളിലുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല വിശദമായ ചെക്കിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പ്ലാസ്റ്റിക്കുകൾ, അതേമാതിരി സ്നാക്സുകൾ, പ്ലാസ്റ്റിക് കവറിനുള്ളിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. അതെല്ലാം അവർ അവിടെ വാങ്ങി വെക്കുന്നുണ്ട്. കാരണം അവിടെ ഈ പ്ലാസ്റ്റിക് ഇട്ട് വൃത്തികേടാക്കുന്നതുകൊണ്ട് വളരെ സ്ട്രിക്റ്റാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നമ്മൾ ബോട്ടിൽ വെള്ളം കൊണ്ടുപോകണമെങ്കിൽ കുടിക്കാനുള്ള വെള്ളം അത്യാവശ്യമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. സ്റ്റീൽ ബോട്ടിലോ അല്ലെങ്കിൽ വേറെ കുപ്പികളിലോ കൊണ്ടുപോകണം. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ കൊണ്ടുപോകാൻ പാടില്ല. അല്ലെ വലിയ ജാറായിരിക്കണം. 5 ലിറ്ററിൻ്റെയോ 2 ലിറ്ററിൻ്റെയോ ജാറിലാണെങ്കിൽ കുഴപ്പമില്ല. മാക്സിമം അങ്ങ് മുകളിലോട്ട് പോകേണ്ടവരെല്ലാവരും ക്യൂവിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. സൈഡിൽ കുറച്ച് പ്രായമായവരിൽ സൈഡിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർക്ക് അവിടെ ഇരിക്കാൻ സൗകര്യമാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ക്യൂവിൽ നിന്നിട്ട് തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. വേറെ കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും വളരെ തിക്കും തിരക്കൊന്നുമില്ല. ക്യൂ സമാധാനമായി ക്യൂ പാലിക്കുന്നുണ്ട്. അത്യാവശ്യം ലഘുഭക്ഷണങ്ങളും കഴിക്കാനുള്ള കടകൾ ഇവിടെയുണ്ട്. സൈഡിൽ തന്നെയുണ്ട്. വെള്ളവും ചെറിയ ചെറിയ സ്നാക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ. നമ്മൾ പിന്നെ വെല്ലിച്ചനെ ഇതാ ഇവിടെ ഈ കടയിൽ ഇരുത്തിയിട്ടുണ്ട്. പ്രായമായ ആളായതുകൊണ്ട് അവിടെ ഒരു സൗകര്യം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പ്രവേശന കവാടം കേട്ടോ. ഹിമവത് ഗോപാൽ ടെമ്പിളിലേക്ക് പോകേണ്ട പ്രവേശന കവാടമാണ്. ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ്. ബസ് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സൈഡ് സീറ്റ് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ നല്ല മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പോകാം. ഉൾസൈഡാണെങ്കിൽ നമുക്ക് അത്ര കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് മുമ്പ് തന്നെ സൈഡ് സീറ്റ് കിട്ടി. അതുകൊണ്ട് മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു യാത്രയിൽ നമുക്ക് മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഈ ബസ് തന്നെ ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ മാത്രമേ പോയി. ഇത് കയറ്റാണ്, കുന്നാണ്. ഈ കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ എത്തേണ്ടത്. നമ്മൾ ബസ്സിൽ നിന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഫോറസ്റ്റിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും പിന്നെ കുറേ കൃഷിസ്ഥലങ്ങളിലും ഈ ഗുണ്ടൽപേട്ടിൻ്റെ കൃഷിസ്ഥലങ്ങളെല്ലാം കാണാം. ഇതിപ്പം വനമേഖലയാണ്. അതിമനോഹരമായ ദൃശ്യമാണിത്. ചെറിയ മൊട്ടക്കുന്നുകളിലും വലിയ വലിയ മരങ്ങളും എല്ലാം ഈ നല്ലൊരു ദൃശ്യമാണ് നമുക്ക് കാണാൻ പറ്റുക. ബസ്സിൽ പോകുമ്പം നമുക്ക് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് നല്ല നമ്മൾ ഡ്രോണിൽ നിന്നെങ്ങാനും എടുക്കുന്ന മാതിരി അതിമനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും.
ഇവിടെ എത്തും ചെറിയൊരു കോടമഞ്ഞിൻ്റെ അനുഭവം ഉണ്ട് കേട്ടോ. ഒരു ബസ് മുകളിൽ നിന്ന് യാത്രക്കാരെ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സൈഡ് കൊടുക്കാൻ റോഡ് വളരെ ചെറുതാണ് കേട്ടോ. സൈഡിൽ ബസ് നിർത്തി മെല്ലനെ നോക്കിയിട്ടാണ് പോകുന്നത്. ചെറിയ റോഡാണല്ലോ, മുകളിലോട്ട് കയറ്റാന്ന്. ഈ മലമുകളിൽ ഇപ്പം നമ്മൾ എത്താൻ പോകുന്നത്. ഇവിടെ നമുക്ക് ദൂരത്ത് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ദൃശ്യം വിസിബിളാണ്. നമ്മളിപ്പം ക്ഷേത്രം ശരിക്ക് കാണുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ അടിയിൽ നമ്മൾ ബസ് എത്തി. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് ഇപ്പോഴെത്താൻ പോകുന്നു. അടുത്ത ബസ് ഫോറസ്റ്റിൻ്റെ ബസ്സാണെന്ന് തോന്നുന്നു. ബസ് പോയി. ഇവിടെയാണ് നമ്മളെ ബസ് നിർത്തുന്ന സ്ഥലം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് മുമ്പിലെത്തി. KSRTC ബസ്സാണ്. KSRTC കർണാടക സ്റ്റേറ്റ് കോർപ്പറേഷൻ്റെ ബസ്സാണ് അതിലെ കൂടി ഓടുന്നത്. വേറെ പ്രൈവറ്റ് വാഹനങ്ങളൊന്നുമില്ല. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ബസ്സാണ്. അപ്പോൾ ഈ ബസ് പോയി തിരിച്ച് വന്ന് ഈ ബസ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിക്കുന്നത്. ഇതാണ് ഗോപാൽ സ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. നല്ല തണുപ്പുള്ള അന്തരീക്ഷം കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട്. അതിമനോഹരമായ ദൃശ്യം. മലേൻ്റെ മുകളിലുള്ള ഒരു ടെമ്പിളാണ് ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ. ഇവിടെ ഒരു മരം കണ്ട സോപ്പും കായത്. ഇതിനെ കൊണ്ട് പണ്ട് സോപ്പ് ഉണ്ടാക്കാൻ ഈ കായ് ഉപയോഗിക്കുമായിരുന്നു. നിറയെ കായുണ്ട്. ഇവിടെ ഏറ്റവും ദൂരത്ത് കാണുന്ന ഒരു വാഷ്റൂമാണ്. അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് പോകാൻ ഇത് ഉപകരിക്കും. ഹിമവത് ഗോപാൽ സ്വാമി എന്ന് വെച്ചാൽ ഹിമവത് എപ്പോഴും ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് ഹിമവത് എന്ന് പറയുന്നത്. ഗോപാൽ സ്വാമി എന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ബെട്ട എന്ന് പറഞ്ഞാൽ ഈ മലമുകളിലായതുകൊണ്ടാണ് ബെട്ട ഈ കന്നഡ വാക്കാണ്. അതാണ് ഹിമവത് ഗോപാൽ സ്വാമി ബെട്ട എന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെ പ്രവേശന കവാടത്തിൽ സ്റ്റെപ്പ് കയറി പോകണം. നമ്മൾ ചെരുപ്പ് ഷൂവെല്ലാം ഇവിടെ താഴെ അഴിച്ച് വെച്ച് സ്റ്റെപ്പ് കയറി ക്ഷേത്രം നിന്നിട്ട് നമ്മൾ കയറണം. ഇതാണ് അമ്പലത്തിൻ്റെ മുകളിൽ നമ്മಳೆത്തി. എൻട്രൻസ് ഉള്ളിലേക്ക് വേണ്ട പ്രവേശന ഗോപുരമാണിത്. ഇതിനുള്ളിലാണ് ക്ഷേത്രം. ഇതാണ് ക്ഷേത്ര ഗോപുരം. വലിയൊരു രഥം കാണുന്നുണ്ട്. ഉത്സവ സമയത്ത് വലിക്കുന്ന രഥമായിരിക്കാൻ ആ സാധ്യത. ഏകദേശം 700 വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ചോളരാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. ഫോറസ്റ്റിൻ്റെ നടുവിലായി മലമുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റിനും ഫോറസ്റ്റാണ്. കാണാൻ അതിമനോഹരമായ മൊട്ടക്കുന്നുകൾ, പച്ച പരവതാനി വിരിച്ചതുമാതിരിയുള്ള മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് നോക്കുമ്പോഴുള്ളത്. 4 ചുറ്റിലും ഇതേമാതിരിയുള്ള ഒരു അതിമനോഹരമായ പ്രദേശമാണിത്. വന്യമൃഗങ്ങൾ ഇവിടെയുണ്ട്. കാട്ടിയും അതേമാതിരി ആനയും ഇവിടെ വരാറുണ്ടെന്ന് പറയപ്പെടുന്നു. നമ്മൾ ഇപ്പോൾ ഈ സമയം വരെ ഇതുവരെ ആനേനെയൊന്നും കണ്ടിട്ടില്ല. ആന സ്ഥിരമായിട്ട് ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നോക്കാം ആന വരുന്നുണ്ടോ എന്ന്. നമ്മൾ പോകുന്നവരെ ആനേനെ കാണാൻ കഴിയെങ്കിൽ ഭാഗ്യം. കരിങ്കല്ല് കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 700 വർഷം മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. യാതൊരുവിധ സാങ്കേതിക വിദ്യയും ഇല്ലാതെ ഇരുന്നൊരു സമയത്ത് ഈ മലമുകളിൽ ഇതേമാതിരി ഒരു ക്ഷേത്രം പടുത്തുയർത്തുക എന്ന് പറഞ്ഞാൽ അതിസാഹസികം തന്നെയാണ്. എന്നിരുന്നാലും ക്ഷേത്രം അതിമനോഹരമാണ്. അടുത്ത ബസ് വരുന്നുണ്ട്. നമുക്ക് ക്ഷേത്രത്തിൽ ഇരുന്ന് തന്നെ ക്ഷേത്രാങ്കണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ബസ് താഴെ വരുന്നതായിട്ട് കാണാം. ബസ്സുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നും പോവും. അതുകൊണ്ട് ബസ് കിട്ടാൻ നമ്മൾ കൂടുതൽ സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടാണ് ഈ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചത്. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ഭക്ഷണം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സീറ്റ് മാതിരിയാണ്. ഉച്ചഭക്ഷണത്തിന് എല്ലാവരും ഇവിടെ ഇരുന്നിട്ടും നിലത്തിരുന്നിട്ടും ക്ഷേത്രത്തിൻ്റെ മുറ്റത്തിരുന്നിട്ടും എല്ലാവരും ഭക്ഷണം കഴിക്കാറ്. അതിപ്പോൾ നമുക്ക് കാണാം. ഈ 12:30-1 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടോയെന്ന് അറിയില്ല. ഇന്ന് ഭക്ഷണം ഉണ്ട് എന്നാണ് പറഞ്ഞു ഉച്ചക്ക്. അപ്പോൾ പ്രസാദ സദ്യയും കൂടി കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ.
ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുനിന്ന് 4 ഭാഗങ്ങൾ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് കേട്ടോ. നല്ല പച്ച പുല്ലുകൾ നിറഞ്ഞ മുട്ടക്കുന്നുകൾ, അതിമനോഹരമായ ദൃശ്യമാണ്. ഇടയിലിടയിൽ ഇങ്ങനെ കോട വന്നിട്ട് നിറഞ്ഞിട്ടിരിക്കും, ഇടയിൽ അത് ക്ലിയർ ആവും. ഇതെല്ലാം കാണാൻ അതിമനോഹരമായിരിക്കുന്നു. ഇതാണ് ക്ഷേത്ര ഗോപുരം, ശ്രീ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ. നല്ല മുട്ടക്കുന്നാണ്, മനോഹരമായ കാഴ്ച. എല്ലാം കാണുന്നത് ഫോറസ്റ്റ്, വലിയ വലിയ മരങ്ങൾ. ഇവിടെ ഒരു വൃദ്ധൻ ഇരുന്നിട്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഹൃദ്യമായ കീർത്തനങ്ങൾ. നമ്മളെ ടീമെല്ലാം വരുന്നുണ്ടേ ക്ഷേത്ര ദർശനത്തിനായി മുകളിലേക്ക് കയറി വരുന്നുണ്ട്. നിങ്ങളൊന്നും സോക്സ് ഒന്നും എടുത്തിട്ടില്ല? ചൂടുണ്ടോ? ഇല്ല. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്യൂലാണ് ഉള്ളത് കേട്ടോ. നമ്മൾ 9 ആൾ അങ്ങനുണ്ട്. ഈ മേഡമുണ്ട്, വെല്ലിച്ചനുണ്ട്. വെല്ലിച്ചനെ കണ്ടോ? വെല്ലിച്ചൻ സൂപ്പറാണ്. 88 വയസ്സായെങ്കിലും വെല്ലിച്ചൻ സൂപ്പറാണ്. നമ്മളിതാ ഇതിൻ്റെ പുറകെ ക്ഷേത്രം. നമ്മൾ ക്യൂല് കിടിയാന്നല്ലേ. ഇതാ ഒരു നീളുള്ള മനുഷ്യൻ്റെ നമ്മൾ പുറകെ നിൽക്കുന്നത്. 6 അടി 5 മനുഷ്യനാണിത്. ഡിഗ്രി പഠിക്കുന്ന ഫസ്റ്റ് ഇയർ. ആന വന്നിട്ടുണ്ട് കേട്ടോ, ആന വരുന്നുണ്ട്. വളരെ ആന അങ്ങ് കുറേ ദൂരെയാണ് കേട്ടോ. ആന ഇങ്ങോട്ട് വരുന്നുണ്ടോ അവിടെ നിൽക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ ആന ഇതാ വന്നിട്ടുണ്ട്. നമ്മള് ക്യാമറയിൽ ദൂരത്ത് കാണുന്നുണ്ട്. ക്ഷേത്രഗോപുരം കടന്ന് ക്ഷേത്രാങ്കണത്തിൽ നമ്മൾ പ്രവേശിച്ചു. ഇതാണ് ക്ഷേത്രം. ഇനി ഇതിന് ഉള്ളിലാണ് ശ്രീകോവിലും. ഇവിടെയും ക്യൂ ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ക്യൂ നിന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം പിടിക്കും. നമ്മൾ ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് നമ്മൾ പ്രസാദം വാങ്ങി ഇതാ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുവാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പോണ പ്രസാദ സദ്യയാണ്. ഇതാണ് ഭഗവാന്റെ മുമ്പിലെത്തിയാൽ എല്ലാവരും ഈക്വലാന്നുള്ളതിൻ്റെ ഒരു വളരെ നഗ്നമായ സത്യമാണിത്. കണ്ടോ, എല്ലാവരും ക്ഷേത്രമുറ്റത്തും ഇതിൽ പാവപ്പെട്ടവൻ പൈസക്കാരനൊന്നും യാതൊരുവിധ വ്യത്യാസവുമില്ല. എല്ലാവരും ക്ഷേത്രമുറ്റത്തിൽ ഇരുന്നിട്ടും ഈ പടിയുമ്പിൽ ഇതേമാതിരി കെട്ടിയിട്ട പടിയുമ്പിൽ ഇരുന്നിട്ടില്ലാന്ന് ഭക്ഷണം കഴിക്കുന്നത്. ടേസ്റ്റ് രസമുണ്ടാ? ബസ് തിരിച്ചു പോന്നാണ്. ഇത് പോയ പാട് തന്നെ അടുത്ത ബസ് വരും. അവിടെയാണ് ക്യൂ നിൽക്കേണ്ടത്. അവിടെ ക്യൂ നിൽക്കാം. അടുത്ത ബസ് വരുമ്പോൾ
അടുത്ത ബസ് വന്നു കേട്ടോ. എല്ലാം കർണാടക ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സാണ്. കർണാടകത്തിൽ ലേഡീസിന് ടിക്കറ്റ് ഇല്ല. കർണാടകത്തിലുള്ള ലേഡീസിന് ആധാർ കാർഡ് കാണിച്ച ടിക്കറ്റ് എടുക്കണ്ട. അല്ലാത്തവരൊക്കെയെങ്കിൽ 60 രൂപ. ആന പോയി. ആനൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആന പോയി. നമ്മളുള്ള ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ കർണാടകത്തിലെ ടെമ്പിളിൻ്റെ മുറ്റത്താണ് നമ്മളുണ്ട്. പ്രസാദം ഇട്ട് കഴിഞ്ഞ് നേരത്തെ പോകാൻ നോക്കി. ആനേനെ ജസ്റ്റ് ഒന്ന് കണ്ടു. നമ്മൾ തിരിച്ചു പോകാനുള്ള ബസ്സിൽ വന്നിട്ട് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നത് കേട്ടോ. ബസ് വന്നിട്ടുണ്ട്, ക്യൂ ആണ്. അപ്പം നമ്മൾ ഹിമവത് ഗോപാൽ സ്വാമിന്ന് ടെമ്പിളിൽ നിന്ന് തിരിച്ചു കേട്ടോ. തിരിച്ച് നമ്മൾ ബസ്സിൽ പോകുമ്പോഴും സൈഡ് സീറ്റ് തന്നെ നോക്കിയിരിക്കുക എങ്കിൽ നമുക്ക് ഈ മനോഹരമായ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അതിമനോഹരമായ ദൃശ്യം നമ്മൾ ഈ മലമുകളിൽ നിന്ന് മനോഹരമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ഹിമവത് ഗോപാൽ സ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്തി തിരിച്ചു പോവാണ്. തിരിച്ച് KSRTC ബസ്സിൽ പോവാണ്. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിയിൽ ഒരു കാട്ടീന സൈഡിൽ കണ്ടിരുന്നു. പക്ഷേ എങ്കിലും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാനിരുന്നതിൻ്റെ മറുവശത്തായിരുന്നു കാട്ടീനെ കണ്ടത്. അപ്പോൾ ബസ് നിർത്തിയൊന്നുമില്ല, നമുക്ക് കണ്ട് ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റിയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിയുന്നതും ബസ്സിൻ്റെ സൈഡ് സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇറങ്ങി വരുന്ന ദൃശ്യം, ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അതിമനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് നല്ലൊരു ദൃശ്യമാണ്. വല്ല നമ്മൾ ഹെലികോപ്റ്ററിലോ പ്ലെയിനിലോ ഇരുന്ന് കാണുന്ന മാതിരിയുള്ള അത്രയും സുഖമാണ് ഈ ദൃശ്യങ്ങൾ കാണുക. ദൂരെ കൃഷിസ്ഥലങ്ങളും കാണാൻ പറ്റും. എന്നിരുന്നാലും നമ്മളെ ഈ യാത്ര ഒരു നല്ലൊരു യാത്രയായിരുന്നു. നമ്മൾ തിരിച്ച് നമ്മുടെ വാഹനം നിർത്തിയ കാറ് നിർത്തിയ സ്ഥലത്തെത്തി കേട്ടോ. പാർക്കിംഗ് ഏരിയ ഉണ്ട്, വിശാലമായ പാർക്കിംഗ് ഏരിയയാണ്. ഇവിടം വരെ മാത്രമേ നമ്മളെ പ്രൈവറ്റ് വാഹനങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ. ഇവിടെ പാർക്ക് ചെയ്യണം. അതിനങ്ങോട്ടേക്ക് പോകുന്നത് KSRTC കർണാടകത്തിൻ്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സാണ്. അത് മാത്രമേ അങ്ങോട്ടേക്ക് അനുവദിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ വാഹനങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്യണം. ഇതാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. വലിയൊരു വിശാലമായ ഗ്രൗണ്ടാണ്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മൾ ഈ ഗേറ്റിൻ്റെ സൈഡിലേക്ക് കൂടിയുള്ള ഈ വലതുവശത്തേക്കുള്ള വഴിയിലേക്ക് കൂടിയാണ് വന്നത്. അതിലേക്ക് കൂടി തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതായത് നമ്മൾ ഗുണ്ടൽപേട്ടിൽ പോകുന്നില്ല കേട്ടോ. ഗുണ്ടൽപേട്ട് പോവാതെ ഈ വഴിയിലേക്ക് കൂടിയാണ് വരുന്നത്. ഇതൊരു ഷോർട്ട് കട്ടാന്ന് പറയുന്നത് 4-5 കിലോമീറ്റർ കുറവാണ്. നമ്മൾ തിരിച്ച് മൊത്തങ്ങ ഗുണ്ടൽപേട്ട് മെയിൻ റോഡിലെത്താൻ പോകുന്നത്. ഇവിടെ ഈ തെന്നേഗാല എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് തെന്നേഗാല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ തിരിയുന്നത്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് മുത്തങ്ങ വഴി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകും. ഇവിടെ ഒരു സൂര്യകാന്തി പാടം ഉണ്ട് കേട്ടോ. പൂക്കളെല്ലാം കരിഞ്ഞിട്ടാണുള്ളത്. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലെത്തി നമ്മൾ ആനേനെ കാണാൻ തുടങ്ങി കേട്ടോ. ഇവിടെ അതുപോലെ ഒരു ആന നിൽക്കുന്നത്. ഇനി അങ്ങോട്ടും എല്ലാം ആനകൾ ഇഷ്ടമാതിരി നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഒരു മാനിനെ കാണുന്നുണ്ട് കേട്ടോ. ഒന്നൊന്നല്ല, ഒരു കൂട്ടം മാനുകളുണ്ട്. പക്ഷെ വെളിയിൽ വന്നില്ല, ഇവിടുന്ന് കാണുന്നില്ല. ഉള്ളിലോട്ട് ചാടിപ്പോയി കാട്ടിനകത്തേക്ക്. നമുക്ക് അതിലേക്ക് എഴുതി കഴിഞ്ഞിട്ട് യൂട്യൂബ് അവർക്ക്
ഒരു രാഷ്ട്രീയമില്ല. ഇതെന്താ കഴിക്കാം അമ്മ ഒരു കുട്ടീനെ എടുത്തിട്ട് അതിൻ്റെ മടിയിൽ കണ്ടോ ഒരു കുട്ടി എടുത്തു. രണ്ട് ചെറിയ കുട്ടിയാണ്. ഈ ഭാഗങ്ങളിൽ ഒരു കൂട്ടം ആനകളുണ്ട് കേട്ടോ. ഒരുമിച്ച് പോകുന്നതാണ്. കുറച്ച് ദൂരെയാണ് പക്ഷെ കാണുന്നുണ്ട്. പക്ഷെ മരങ്ങളുടെ ഇടയില് ആനക്കൂട്ടങ്ങള്. ആടും വലിയതായി. കണ്ട ഇതിന്റെ ബാക്കിലുള്ളതാണ്. കണ്ട പിന്നെ അവർക്ക് ഉച്ച രാത്രി ഇല്ലല്ലോ. ഒരു കൂട്ടാനകളുണ്ട്. പോരെ ഞാൻ വിട്ടോ മതി. ഇത് ആനേനെ ഇവിടുന്ന് നമുക്ക് വ്യക്തമായി കാണാം കേട്ടോ. വളരെ അടുത്തായിട്ട് റോഡ് സൈഡിൽ തന്നെ ആയിട്ട് കാണാം. അത്ര ദൂരത്തൊന്നുമല്ല, ഒരു 10-20 മീറ്റർ ദൂരത്തായിട്ട് ആനേനെ കാണാം. ഇത് ഇവിടെയുണ്ട് കേട്ടോ കുറച്ച് ആനകൾ ഇവിടുന്ന് മേഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ആനയുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് പരിക്ക് പറ്റിയ മാതിരിയുണ്ട്. ഇതിന് കാലിന് മുമ്പിലത്തെ കാലില്ലേ അതിന് ഒരു ഒടിവുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒടിഞ്ഞിട്ടാണുള്ളത് കാല്, മുമ്പിലത്തെ കാല്. കർണാടകത്തിന്റെ നമ്മളെ കേരള ആന. നേരത്തെ നമ്മൾ കണ്ടത് ബന്ദിപ്പൂർ ആന, ഇത് മുത്തങ്ങ ആന. നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ശ്രീ പൊൻകുഴി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനടുത്ത് കൂടി പോകുമ്പം ഉള്ളൊരു ദൃശ്യമാണിത്. ഇതാണ് വയനാട്ടിലത്തെ ഒരു പ്രമുഖമായ ക്ഷേത്രമാണ് കേട്ടോ. ഇത് പൊൻകുഴി ശ്രീരാമസ്വാമി ക്ഷേത്രം റോഡ് സൈഡിൽ തന്നെയാണ്. മുത്തങ്ങ റോഡിൽ തന്നെയുള്ള ക്ഷേത്രമാണ്. ഇതാണ് മുത്തങ്ങയിലുള്ള ലവകുശ ദേവസ്ഥാനം, ലവകുശ ക്ഷേത്രം. നമ്മൾ തളർന്ന അവശനായി വീട്ടിലെത്തി. ഇതാ ഭാര്യയ്ക്ക് കയറി വരുന്നുള്ളൂ. വലിച്ച തളർന്നോയാ യാത്ര ചെയ്തിട്ട്? ഇല്ല അല്ലേ? ഇതാ ഇവള് നടുവിനെല്ലാം കൈ കൊടുത്തിട്ട് തളർന്ന മാതിരി നിൽക്കുന്നു.